നമ്മുടെ പ്രതിനിധി ബിനീഷ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ബിനീഷ്, അവിടുത്തെ ഒരു അവസ്ഥ എന്താണിപ്പോൾ? കാലാവസ്ഥ എന്താണിപ്പോൾ? ലോറിയിൽ കയറിയോ അരിക്കൊമ്പൻ? കയറിയതിന് ശേഷം പിന്നിൽ തടിവെക്കുന്ന ബന്ദോബസ്താക്കുന്ന നടപടികളാണ് നടക്കുന്നതെന്നാണ് കമലേഷ് നൽകുന്ന വിവരം. അവിടെ നിന്ന് കാണാനാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബിനീഷ്? ഏലം ജിംഷാദ് അരിക്കൊമ്പനെ ദർശനം പൂർത്തീകരിച്ചു വരുന്നു. അരിക്കൊമ്പൻ ദർശനം പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. കൃത്യമായി തന്നെ അരിക്കൊമ്പനെ ലോറിയിൽ കയറ്റി ബന്ധസ്ഥാക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഏതായാലും ഈ മഴ ദൗത്യത്തിന് ശേഷം പെയ്തതോടൊപ്പം തന്നെ ഒരു അനുകൂലമായ ഒരു പരാജയം തന്നെയാണ് അനുകൂലമായ ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമെല്ലാം ഈ ദൗത്യം പരാജയപ്പെട്ടത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു, വിമർശനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായ ഒരു വിവരത്തോട് തന്നെ അരിക്കൊമ്പൻ എവിടെയുണ്ടെന്നുള്ള വിവരത്തോട് തന്നെ അരിക്കൊമ്പനെ ടാർഗറ്റ്. തീർച്ചയായും ബിനീഷ് ആന്റണി, നമുക്കിപ്പോൾ നമ്മോടൊപ്പം ശ്രീ പഴകുളം മധു, കോൺഗ്രസ് മുതിർന്ന നേതാവ് ശ്രീ പഴകുളം മധു കൂടിയുണ്ട്.